കർത്താവാം മിശിഹാതൻ കാരുണ്യവും പാലരാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൽ സഹവാസവും നമ്മിലുണ്ടാകേണം എന്നുമെന്നും നമ്മിലുണ്ടാകേണം എന്നുമെന്നും നമ്മിലുണ്ടാകേണം എന്നുമെന്നും. ജനപദങ്ങളെ കർത്താവിനെ വാഴ്ത്തിയിടുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭൂവാസികളെ കർത്താവിനെ വാഴ്ത്തിയിടുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താതനും സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആദിമുതലെന്നും എന്നേക്കും ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ബഹുമാനപ്പെട്ട ലാലം പഴയപള്ളി വികാരി ജോസഫ് അധ്യക്ഷ, ലാലം പുത്തുപള്ളി വികാരി ബഹുമാനപ്പെട്ട ജോർജ് മൂലച്ചരലച്ച, സ്നേഹമുള്ള അച്ഛന്മാരെ, കുരിശുപള്ളി കമ്മിറ്റി കൈക്കാരന്മാരെ, പ്രതിനിധി അംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, പഠനത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ജൂബിലി തിരുനാളും അതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളും. നാം ഇന്ന് ജൂബിലി തിരുനാളിന് ആരംഭം കുറിക്കുകയാണ്. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയോടെ നമ്മൾ ആരംഭിച്ചുവെങ്കിലും ഔദ്യോഗികമായിട്ട് തിരുനാൾ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് ജൂബിലി തിരുനാൾ ആരംഭിക്കുന്നത്. 7-8 ദിവസങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ ആഘോഷ ദിവസങ്ങൾ. അതിനു മുമ്പുള്ള ദിവസങ്ങൾ നമുക്ക് ഈ തിരുനാളിന് വേണ്ടി ഒരുങ്ങുവാനുള്ള സന്ദർഭമാണ്. 9-ാം തീയതി നമ്മുടെ മനോഹരമായ ഈ കുരിശുപള്ളിയുടെ വിവിധ കാലഘട്ടത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾക്കുമെല്ലാം സഹകരിച്ച ഗുണകാംക്ഷികളായ പരേതരായ ആൾക്കാരെ നമ്മൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് 9-ാം തീയതി. ഉച്ചയ്ക്ക് മുമ്പ് 11:15 തിരുസ്വരൂപം തിരികെ കുരിശുപള്ളിയിൽ പുനഃപ്രതിഷ്ഠിക്കുന്നതോടുകൂടെ തിരുനാൾ അവസാനിക്കുകയാണ്. നമുക്ക് ഈ തിരുനാൾ ഏറ്റവും സുന്ദരമാക്കി തീർക്കാം, ആഘോഷമാക്കി തീർക്കാം, ഒരു ദൈവാനുഭവങ്ങളാക്കി തീർക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മൾ ഇന്ന് ആരാധന മത്സരത്തിൽ പുതിയൊരു വർഷം ആരംഭിച്ചിരിക്കുകയാണ്. അത് മംഗളവാർത്ത കാലത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. മംഗളവാർത്ത കാലം ഈശോയുടെ തിരുപ്പിറവിയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരുക്കത്തിൻ്റെ ദിനങ്ങളാണ്. 25 നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മംഗളവാർത്ത കാലത്തിലും തുടർന്നുള്ള പിറവി കാലഘട്ടത്തിലും വളരെയധികമായിട്ട് നമ്മൾ ഓർമ്മിക്കുന്ന പരിശുദ്ധ അമ്മയാണ് നമുക്ക് മാതൃകയായിരിക്കുന്നതും മധ്യസ്ഥയായിരിക്കുന്നതും. സവിശേഷമായ രീതിയിൽ ഈ ഭാരാപട്ടണത്തിൽ നിറയെ തലയുയർത്തി നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും അഭിമാനമായിരിക്കുന്ന കുരിശുപള്ളിയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ സാന്നിധ്യവും മധ്യസ്ഥതയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ ദിവസവും ധാരാളം ആൾക്കാർ പകൽ രാത്രി സമയങ്ങളിൽ എല്ലാ സമയത്തും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ കുരിശുപള്ളിയിൽ കടന്നു വരുന്നതായി നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രമാത്രം അടുപ്പവും സ്നേഹവും ശരണവും ആശ്രയവും പരിശുദ്ധ അമ്മയിൽ നമുക്ക് എല്ലാവർക്കുമുണ്ട്. നല്ലൊരു ജീവിതം നയിക്കുന്നതിന് മാതൃകയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്ന നമുക്ക് തീർച്ചയായും തിരുനാൾ ദിവസങ്ങൾ വലിയ ദൈവാനുഗ്രഹത്തിന്റെ അവസരങ്ങളായിട്ട് മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കേറെ സന്തോഷമുണ്ട്, നമുക്കേറെ പ്രതീക്ഷയുണ്ട്, നമുക്ക് ഏറെ നന്ദിയുണ്ട്. നമ്മൾ അപേക്ഷകളുമായിട്ടാണ് അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ മനോഭാവത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മാതൃസന്നിധിയിൽ നമുക്ക് എത്താം. അമലോത്ഭവ മാതാവിൻ്റെ ഹൃദയത്തിന് നമുക്ക് ഇടം തേടാം. പരിശുദ്ധ അമ്മ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും തുണയും സങ്കേതവുമായിരിക്കട്ടെ. അതുവഴിയായിട്ട് നമുക്ക് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ടുള്ള അവസരമായിട്ട് മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ പതാക ഉയർത്തുന്നതോടുകൂടെ തിരുനാളിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള തുടക്കമാവുകയായി. തുടർന്നുള്ള ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങളിലും ആഘോഷ പരിപാടികളിലും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും
ഉണ്ടാവണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെ ഈ തിരുക്രമത്തിലേക്ക് നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പതാകയോർത്ത തിരുക്രമത്തിലേക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗ്ഗത്തിലെല്ലാം താരാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നേരണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്ക് ഇന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ കൊടുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങ് കനിഞ്ഞു കൊടുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരോപിയിൽ നിന്നെന്നും
ഞങ്ങളെ രക്ഷിച്ചരുളണമേ. ആദി മുതൽക്ക് അതുപോലെ ആമേൻ ആമേൻ അനവരതം. സദാ പാവനമായി വിളങ്ങുന്നു. മേഘങ്ങളെ വാഹിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.